സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ദുൽഹിജ്ജ മാസത്തിലെ ബലിപെരുന്നാൾ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ കടന്ന് മറ്റൊരു പവിത്രമായ മാസത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുഹറം മാസത്തിൽ കടക്കുന്നതോടുകൂടി മുഹറം, ഹിജറ കലണ്ടർ നല്ല പദപ്രയോഗങ്ങളെല്ലാം നമ്മളെപ്പോഴും കേൾക്കുന്ന ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന പദങ്ങളാണ്, വാക്കുകളാണ്. ധാരാളം ഓർമ്മകൾ നൽകുന്ന, ഇസ്ലാമിക സമൂഹത്തിനേറെ ആത്മവിശ്വാസം നൽകുന്ന, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിർഭയമായി നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു പോസിറ്റീവായ ഒരു എനർജി നൽകുന്ന ആത്മവിശ്വാസത്തിന്റെ ഒരു ചരിത്രമാണ് മുഹറം, ഹിജറ വർഷങ്ങളെല്ലാം നമുക്ക് പകർന്നു നൽകുന്നത്. 3 കാര്യങ്ങളാണ് ഹിജറ വർഷവുമായി, മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഹിജറ എന്ന് പറയുന്നത് ഒരു പലായനമായി, ഒരു നാട്ടിൽ നിന്ന് ഒളിച്ചോട്ടമായി, ഒരു ഭീരുത്വമായി കണക്ക് കൂട്ടുന്ന അല്ലെങ്കിൽ പറയുന്ന വിമർശകന്മാരുണ്ട്. അതിൽ ഒളിച്ചോട്ടമായി മാത്രം കാണുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഭയപ്പാടുണ്ടാകുമ്പോൾ ഉണ്ടായ ഒരു യാത്രയുടെ തുടക്കമല്ല ഹിജറ എന്ന് പറയുന്നത്. മറിച്ച് പ്രവാചകൻ സ്വഹാബത്ത് നടത്തിയ ആ യാത്രയുടെ പ്രത്യേകത, ജീവിതത്തിൽ എന്തിനേക്കാളും വലുത് അള്ളാഹുവിനുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാനുള്ള ആത്മവിശ്വാസത്തിന്റെ യാത്രയുടെ പേരാണ് ഹിജറ എന്ന് പറയുന്നത്. ആ നിലപാടിന്റെ മനോഹരമായ ഒരു കാഴ്ചയുടെ പേരാണ് ഹിജറ. ഹിജറ എന്ന് പറയുമ്പോൾ കുറെ സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും വിഷയങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകനും സ്വഹാബത്തും അനുഭവിച്ച ത്യാഗങ്ങളുടെ കഥകൾ നമുക്കതിൽ കേൾക്കുവാനും വായിക്കുവാനുമുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച പരീക്ഷണങ്ങളുടെ, വേദനകളുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടല്ലാതെ ഹിജറയെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാനും കഴിയില്ല. ഹിജറ എന്ന് പറയുന്നത് ഒരു ആദർശത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു വഴി എന്ന നിലയിൽ അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത ഒരു യാത്രയുടെ പേരാണ് ഹിജറ. അതല്ലാതെ തങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഒരു താല്പര്യത്തിന്റെ പേരിൽ അവർ തെരഞ്ഞെടുത്ത ഒരു യാത്രയല്ല. പേടിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്, ഭയമില്ലാത്തൊരു നാട്ടിലേക്ക് യാത്ര പോകണമെന്ന ആഗ്രഹത്തിൽ അവർ തെരഞ്ഞെടുത്ത വഴിയുടെ പേരല്ല ഹിജ്റ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ആദർശ സംരക്ഷണത്തിനായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ കൽപ്പനയുടെ പൂർത്തീകരണമായി അവർ തെരഞ്ഞെടുത്ത മാർഗത്തിന്റെയും യാത്രയുടെയും പേരാണ് ഹിജ്റ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനേക്കാളും വലുത് ഞങ്ങൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എന്നാണ് ആ യാത്ര പോയവർ ഉയർത്തിപ്പിടിക്കുന്നത്. സ്വന്തം വീടും നാടും കച്ചവടങ്ങളും ഉപേക്ഷിച്ച് പോകുവാനുള്ള ഒരു മനസ്സവർക്കുണ്ടായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ യാത്ര അയക്കുമ്പോൾ, ആദ്യം പോകുന്നത് സ്വഹാബത്താണ്. അവർ യാത്ര പോകുമ്പോൾ ഒന്നാമത് പറയുന്ന ഒരു പ്രവാചക വചനമുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ എല്ലാം ഇമാം ബുഖാരി അടക്കമുള്ള ആളുകൾ ഒന്നാമതായി കൊണ്ടുവരുന്ന ഒരു പ്രവാചക വചനമാണത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് സ്വഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. നിങ്ങൾ യാത്ര പോകുന്നത് നല്ല ഉദ്ദേശത്തിലാകണം. നിങ്ങൾ യാത്ര പോകുന്നത് അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടിയാകണം. ആരോടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്? കഅബാലയത്തിന്റെ പരിസരത്ത് മരിച്ചു വീണ ഉമ്മയുള്ള സ്വഹാബികളോടാണ്. കഅബാലയത്തിന്റെ പരിസരത്ത് മരിച്ചു വീണ ഭാര്യമാരുള്ള ഭർത്താക്കന്മാരോടാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുന്നിൽ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് ശരീരത്തെ മാന്തിപ്പൊളിക്കുന്ന വേദനകൾ അനുഭവിച്ച സ്വഹാബികളോടാണ്. മക്കയുടെ മരുഭൂമിയിൽ ആ ചുട്ടുപൊള്ളുന്ന മണൽത്തരികളിൽ മലർത്തിക്കിടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ല് വെച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്ന് വേർപെട്ടുപോയ തൊലികളിലൂടെ, പച്ചമാംസത്തിലൂടെ ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾ കുത്തിക്കയറുന്ന വേദനകൾ സഹിച്ച് ദാഹിച്ച് വെള്ളത്തിന് വേണ്ടി കരയുമ്പോൾ
ആ മുഖത്തേക്ക് കാർപ്പിച്ച് തുപ്പിയ തുപ്പൽ നാവുകൊണ്ട് നക്കിത്തുടച്ച് ദാഹം മാറ്റിയ സ്വഹാബികളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വാചകം പറയുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ബിലാൽ റബാഹ് റളിയല്ലാഹു അൻഹുവിനോട്, അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട്, യാസർ റളിയല്ലാഹു അൻഹുവിനോട്, സ്വഹാബികളെ, നിങ്ങൾ യാത്ര പോകുന്നതൊക്കെ കൊള്ളാം. നിങ്ങൾ ഈ യാത്ര പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെയും പ്രവാചകനെയും കുറിച്ചുള്ള ചിന്തയാവണം. നിങ്ങൾക്കാർക്കെങ്കിലും നല്ല കച്ചവടത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിലൂടെയാണ് നിങ്ങൾ യാത്ര പോകുന്നതെങ്കിൽ, നല്ലൊരു കല്യാണം കഴിച്ച് സുഖകരമായ ഒരു ജീവിതത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ യാത്ര പോകുന്നതെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്കൊന്നും ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ആദർശ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് അവരെ യാത്ര പുറപ്പെടുന്നത്. ഭൗതികമായ എല്ലാ നേട്ടങ്ങളെക്കാളും വലുത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള യാത്രയായിരുന്നു സ്വഹാബത്ത് അവിടെ നിർവഹിച്ചത്. സുഹൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റോമക്കാരനാണ്, മക്കയിൽ കടന്നു വരികയാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് അദ്ദേഹം സമ്പന്നനാകുന്നു. മക്കയിൽ ഒരുപാട് സമ്പത്ത് അദ്ദേഹം നേടിയെടുക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിച്ച് ഹിജറ പോകുമ്പോൾ സ്വഹാബികളുടെ കൂടെ മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു പോയിരുന്നില്ല. ഒറ്റക്കാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. മക്കയുടെയും മദീനയുടെയും അതിർത്തി പ്രദേശത്ത് ഖുറൈശികൾ ഈ വാർത്തയറിയുന്നു. ശത്രുക്കൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നു. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ സുഹൈബ്, അതൈനാ സുഅലൂകൻ ഹഖീറൻ നീ നാട്ടിലേക്ക് ഒന്നുമില്ലാത്തവനായി കടന്നു വന്നു. മക്ക നിനക്ക് സമ്പത്ത് നൽകി, മക്ക നിനക്ക് സമ്പന്നത നൽകി, ഈ മണ്ണ് നിനക്ക് സൗഭാഗ്യങ്ങൾ നൽകി. ഈ മണ്ണിൽ നീ ഒരുപാട് വെട്ടിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് ഈ നാട് വിട്ടുപോകുന്ന ഒരു രാജ്യവിരോധിയായി മാറാനാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ തിരിച്ചു ചോദ്യം, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ കയ്യിലുള്ള ഈ സമ്പത്തെല്ലാം തന്നാൽ എന്നെ വിടാൻ നിങ്ങൾ തയ്യാറാണോ? അദ്ദേഹം അവരോട് ചോദിക്കുന്നു. അവർ മറുപടി പറഞ്ഞു, എല്ലാം നൽകിയാൽ. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല സുഹൈബ് റൂമിയുടെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ മുഴുവൻ ഈ മണ്ണിൽ വെച്ച് ഒരിക്കലും അദ്ദേഹം യാത്ര പുറപ്പെടും എന്ന് അവരാരും പ്രതീക്ഷിക്കുന്നില്ല. അവർ പറഞ്ഞു, നീ സമ്പത്ത് മുഴുവൻ മക്കയിൽ വെച്ച് ഒന്നുകിൽ നിനക്ക് ഒന്നുമില്ലാത്തവനായി പോകാം, അല്ലെങ്കിൽ ഈ മണ്ണിന്റെ അധികാരങ്ങൾ മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിനക്ക് സമ്പന്നതയുടെ മടിത്തട്ടിൽ നിനക്ക് ജീവിക്കാം. എന്താണ് നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത്? സുഹൈബ് റളിയല്ലാഹു അൻഹു ആലോചനകൾക്ക് പോലും ഇട നൽകാതെ, ഒരാലോചനക്ക് പോലും നിൽക്കാതെ, ഒരു ചോദ്യവും ഉത്തരവുമില്ലാതെ തന്റെ മണ്ണിൽ ഒളിപ്പിച്ചു വെച്ച സമ്പത്തുകൾ, തന്റെ മുന്നിൽ കാണാൻ കഴിയുന്ന മുഴുവൻ സമ്പത്തും ഖുറൈശികളുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒന്നുമില്ലാത്തവനായി സുഹൈബ് റൂമി മദീനയുടെ അതിർത്തികൾ കടന്ന് പ്രവാചകന്റെ കൂടെയുള്ള ജീവിതത്തെ പ്രതീക്ഷിച്ച് കടന്നു പോകുന്ന യാത്രയുടെ പേരാണ് ഹിജറ എന്ന് പറയുന്നത്. ആ ഒരു സ്വസ്ഥത തേടി, സമാധാനം തേടി, ഇവിടെയുള്ള ഈ ഭയപ്പെടുത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ മാത്രം തിരഞ്ഞെടുത്ത ഒരു യാത്രയുടെ പേരല്ല. അള്ളാഹുവിന്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ ചെയ്ത യാത്രയുടെ പേരാണ് ഹിജറ. പ്രവാചകന്റെ അടുക്കലേക്ക്, മദീനയിലേക്ക് സുഹൈബ് റൂമി അങ്ങ് നടന്നു വരികയാണ്. സുഹൈബ് റൂമി നടന്നു വരുന്ന കാഴ്ച കാണുന്ന പ്രവാചകൻ തന്റെ കൂടെയുള്ള സ്വഹാബികളോട് വിളിച്ചു പറയുന്നു, റബിഹൽ ബൈഅ യാ അബാ യഹ്യ, അബൂ യഹ്യ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ വിജയിച്ചിരിക്കുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ മക്കയിൽ നടന്നൊരു സംഭവത്തെ വഹിയിലൂടെ മദീനയിൽ പ്രവാചകൻ അള്ളാഹു അറിയിച്ചു കൊടുക്കുമാറ് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം കിട്ടിയ മഹത്തായ അത്ഭുതത്തിന്റെ പേരാണ് ഹിജറ എന്ന് പറയുന്നത്. രണ്ടാമത് ഹിജറ നൽകുന്ന പാഠം എന്ന് പറയുന്നത്, ആദർശത്തെ നെഞ്ചിലേറ്റിയവർ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ പല പരിഹാരങ്ങളെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുഃഖവും സങ്കടവും ഉണ്ടാകുമ്പോൾ അള്ളാഹു വല്ലാത്ത മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട്. സങ്കടങ്ങൾ പറയാൻ ജാരങ്ങളുടെയും ദർഗകളുടെയും മക്ബറകളുടെയും പുണ്യമരങ്ങളുടെയും പുണ്യപുഷ്പങ്ങളുടെയും ഒക്കെ മുന്നിൽ പ്രാർത്ഥനകളുമായി കഴിച്ചുകൂട്ടുന്നവരുണ്ട്. ഏലസും മുറുക്കും ഐക്കല്ലും അതേപോലെ തന്നെ തകിടും മന്ത്രവാദവും എല്ലാം ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്നവരുണ്ട്. എന്നാൽ അള്ളാഹുവിനെയാണ് നിങ്ങൾ ചേർത്തു പിടിക്കേണ്ടത്. അള്ളാഹു തന്ന പരിഹാരങ്ങളെയാണ് നിങ്ങൾ ചേർത്തു പിടിക്കേണ്ടത്. അങ്ങനെ ചേർത്തു പിടിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ സഹായമുള്ളത് എന്ന അത്ഭുതമാണ് ഹിജറ നൽകുന്ന രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആളുകൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, സാരമില്ല, എല്ലാം ശരിയാകും, എല്ലാം ശരിയാകും, ഒരു കയറ്റത്തിന്റെ കൂടെ ഒരു ഇറക്കമുണ്ട്, ഒരു നല്ല കാലം വരും എന്നിങ്ങനെ കേവലമായ പദപ്രയോഗങ്ങളിൽ സമാധാനിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരുണ്ട്. ഭൗതികമായ തത്വശാസ്ത്രങ്ങളും ഫിലോസഫിയും അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മാ വദ്ദഅക റബ്ബുക വമാ ഖല. പ്രവാചകനോട് അല്ലാഹു പറഞ്ഞൊരു കാര്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി വരുന്നു, വഹി ഇങ്ങനെ കടന്നു വരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പെട്ടെന്ന് വഹി അങ്ങ് നിലച്ചുപോയി.
ഇല്ലാതെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയ പ്രയാസമായി. സ്വഹാബികളോട് പ്രവാചകന്റെ അടുക്കൽ വന്ന് ഖുറൈശികൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോഴാണ്, അവരൊരു കാര്യം ചോദിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പറയാമെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് എന്നതിന്റെ പ്രാധാന്യം കൂടിയാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ വഹി വരുന്നില്ല കുറെ കാലമായി. കുറെ കാലം എന്നുള്ളത് വളരെ ദീർഘമല്ല, കുറച്ച് നാളുകൾ വഹി നിലച്ചുപോയി. പ്രവാചകന് വലിയ സങ്കടമായി. അള്ളാഹുവിനോടുള്ള ബന്ധം വിട്ടുപോ, അള്ളാഹുവിന് എന്നോട് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടായോ? മക്കയിലെ മുശ്രിക്കുകൾ പരിഹസിക്കാൻ തുടങ്ങി. ഇതാ മുഹമ്മദ് നബിയുടെ പടച്ചോൻ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞിരിക്കുന്നു, അള്ളാഹു മുഹമ്മദ് നബിയെ കൈയൊഴിഞ്ഞിരിക്കുന്നു, ഇനിയൊരു ബന്ധവുമില്ല എന്ന് അവർ പരിഹസിക്കാനും ആക്ഷേപിക്കാനും തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെറിയ സങ്കടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയ ഘട്ടത്തിലാണ് ഖുർആനിക വചനം അവതരിപ്പിക്കപ്പെടുന്നത്. പ്രഭാതം തന്നെയാണ് സത്യം, ഇരുൾമുറ്റി കടന്നു പോകുന്ന രാത്രി തന്നെയാണ് സത്യം. ഒരിക്കലും നിന്റെ റബ്ബ് നിന്നെ കൈവിടുകയില്ല. നിന്നെ ചേർത്ത് പിടിക്കുന്നവനാണ് നിന്റെ റബ്ബ്. നിന്നെ ചേർത്ത് പിടിച്ച നിന്റെ റബ്ബ് നിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരുന്നവനാണ് നിന്റെ റബ്ബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയാണ്. ഒരിക്കലും നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, ഒരിക്കലും നിന്റെ രക്ഷിതാവ് നിന്നെ വെറുത്തിട്ടില്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിജീവനത്തിന്റെ മാർഗരേഖയാണത്. അള്ളാഹു നൽകുന്ന പരിഹാരങ്ങളുണ്ട്. അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ല. ഖുർആൻ പറയുന്നത് നിശ്ചയമായും ഒരു പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പമുണ്ട്. അതുപോലെ തന്നെ തുടർന്ന് ഖുർആൻ പറയുന്നു തീർച്ചയായും ഒരു പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പമുണ്ട്. ഖുർആനിക വചനങ്ങൾ ഒരു ഫിലോസഫിയല്ല, ഒരു തത്വശാസ്ത്രം മാത്രമല്ല. ലക്ഷ്യബോധത്തോടെയും അതേപോലെ തന്നെ വ്യവസ്ഥിതികളോട് ചേർന്നുകൊണ്ടും ജീവിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ആശ്വാസമാണ്, അള്ളാഹു നൽകുന്ന സമാശ്വാസമാണ് ഈ ഉറപ്പുകൾ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരങ്ങൾ നൽകും, പോംവഴികൾ ഉണ്ടാക്കി നൽകും. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തിടങ്ങളിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമ്മൾ ഒരിക്കലും കണക്കാക്കാത്തിടത്ത് നിന്ന് നമുക്ക് ഉപജീവനങ്ങൾ നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നല്ല. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി തരുമെന്ന് ഖുർആൻ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുകയും അള്ളാഹു നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്? നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനെ സഹായിക്കേണ്ടത്? അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല, അവനോടുള്ള പ്രാർത്ഥനകളിൽ, ആരാധനകളിൽ നമുക്ക് അവനോട് ഇഷ്ടമുണ്ടാകണം. അള്ളാഹുവില്ലാത്ത ഒരാളുടെ നേരെയും നമ്മളെ കൈകൾ ഉയരാൻ പാടില്ല, നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകാൻ പാടില്ല. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉയർത്തിക്കെട്ടിയ ജാറങ്ങളുണ്ട്, ദർഗകളുണ്ട്, മക്ബറകളുണ്ട്. മന്ത്രവാദികളെല്ലാം അങ്ങാടികളിൽ കാത്തിരിക്കുന്നു. വായു പറയുന്ന പ്രവാചകന്മാരും ജ്യോതിഷികളും പുരോഹിതന്മാരും മനുഷ്യരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ കാത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്കൊരിക്കലും അല്ലാഹു പുറത്തു നൽകാത്തൊരു പാപമുണ്ട്. ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും നിങ്ങൾക്കുണ്ടാകുന്ന പാപങ്ങൾ അല്ലാഹു പുറത്തു തരും, ഒരു കാര്യം ഒഴികെ. ആ കാര്യം എന്ന് പറയുന്നത് അല്ലാഹു അവന് നൽകേണ്ട ആരാധനകളെ, അവന് നൽകേണ്ട പ്രാർത്ഥനകളെ, അവന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട തേട്ടങ്ങളെ അല്ലാഹുവല്ലാത്തവർക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഈ ഒരു അനീതിയെ ഒരിക്കലും അല്ലാഹു പുറത്തു തരില്ല, വിട്ടുവീഴ്ച ചെയ്തു തരില്ല, നമുക്ക് മാപ്പ് തരില്ല എന്ന അർത്ഥശങ്കക്കടയില്ലാത്ത വിധം ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ പാഠമാണ് അല്ലാഹുവിൽ തവക്കുലാക്കുക. ആ തവക്കുൽ എന്ന് പറയുന്നത് പടച്ചവനെ സൂക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ടുമാകണം എന്നാണ് ഹിജ്റ നൽകുന്ന രണ്ടാമത്തെ പാഠം. ഇന്ന് ഈ മുഹറം മാസത്തോട് മുസ്ലിം സമുദായത്തിന്റെ സമീപനം എന്താണ്? പ്രത്യാശയുടെ ഒരു മാസമാണ് മുഹറം, പ്രതീക്ഷയുടെ മാസമാണ് ഈ മുഹറം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട അനുഗ്രഹീതമായ മാസങ്ങളിൽ ഒന്നാണ് മുഹറം മാസം എന്ന് പറയുന്നത്. പ്രവാചകന്റെ ഹിജ്റയുണ്ടായ മാസമാണ്, ആദർശ സംരക്ഷണത്തിന്റെ മാസമാണ്, പോരാട്ടങ്ങളുടെ മാസമാണ്, അതിജീവനത്തിന്റെ മാസമാണ് മുഹറം എന്ന് പറയുന്നത്. പക്ഷെ മുസ്ലിം സമുദായം ഈ മാസത്തോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? മുഹറം മാസത്തിൽ കല്യാണങ്ങൾ നടക്കുന്നില്ല നാട്ടിൽ, അതേപോലെ വീട് താമസങ്ങൾ നടക്കുന്നില്ല, കച്ചവടം ഉദ്ഘാടനങ്ങൾ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? മുഹറം കഴിയട്ടെ എന്ന് പറയുന്നു. മുഹറം മാസം ഒന്ന് കഴിയട്ടെ. മുഹറം എന്ന് പറഞ്ഞാൽ ദുശ്ശകുനമാണ് എന്ന് കരുതുന്ന ആളുകൾ, എന്ന് പറയുന്ന ആളുകൾ. എന്നാൽ ഖുർആൻ പറയുന്നത് ഒരിക്കലും കാലത്ത് നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല,
കാലം തന്നെയാണ് സത്യം എന്ന് കാലത്തെ സത്യം ചെയ്തുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്. നല്ല സമയം, മോശ സമയം അങ്ങനെയുണ്ടോ മുസ്ലിങ്ങൾക്ക്? അങ്ങനെയുണ്ടോ വിശ്വാസികൾക്ക്? ഇല്ല. അവന്റെ ജീവിതത്തിൽ നല്ല സമയം, മോശ സമയം ഇല്ല. കാരണം നമ്മുടെ ആ ഈമാൻ കാര്യങ്ങളുടെ വിശ്വാസം ഖൈറും ശർറും, അത് പരീക്ഷണമായാലും ഖൈറായാലും മിനല്ലാഹി തആല, അല്ലാഹുവിൽ നിന്നുകൊണ്ടാണ്. മുഹറം മാസത്തിന്റെ രാപ്പകലുകൾ എന്റെ കുട്ടിക്കൊരു കല്യാണം തീരുമാനിച്ചാൽ അത് ദുശ്ശകരമാണ് എന്ന് പറയാൻ ഇവൻ എന്താണ് വഹി ഇറങ്ങുന്നുണ്ടോ? ഈ പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും എന്റെ കച്ചവടം ആരംഭിക്കാൻ പാടില്ല എന്ന് പറയുന്ന പുരോഹിതന്മാരുടെയും ഈ തമ്പുരാക്കന്മാരുടെയും ഈ ഉസ്താദുമാരുടെയും ഒക്കെ ജീവിതത്തിൽ അള്ളാഹു വഹി നൽകുന്നുണ്ടോ? ഇല്ല. മുഹറം എന്ന് പറയുന്നത് ദുശ്ശകുനമല്ല. അത് ഒരു മാസവും ഒരു സമയവും ഒരു സന്ദർഭവും ഇസ്ലാമിക സമൂഹത്തിൽ ദുശ്ശകുനം എന്ന് പറയാൻ നമ്മൾ പാടില്ല. ശകുനത്തെ വിശ്വസിക്കുക എന്നത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പോസിറ്റീവായ പ്രതീക്ഷകളും പ്രത്യാശകളുമായി ജീവിക്കേണ്ട മുസ്ലിം ഈ മാസത്തെ ദുശ്ശകുനമായി കാണുന്നത് എത്ര സങ്കടകരമാണ്. അതുകൊണ്ട് മുഹറം മാസത്തെ ഭയത്തോടെയല്ല നാം കാണേണ്ടത്. നമ്മുടെ നാട്ടിലെ കലണ്ടറുകൾ നിങ്ങൾ പരിശോധിച്ചോളൂ. ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാരും ഉസ്താദുമാരും ഒക്കെ പുറത്തിറക്കുന്ന കലണ്ടറുകളിൽ മുഹറം മാസം ശകുനമാസമായി, നെഹസിന്റെ മാസമായി നിങ്ങൾക്കതിൽ അടയാളപ്പെടുത്തിയ ദിവസങ്ങൾ കാണാൻ കഴിയും. അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? ഇസ്ലാം എങ്ങനെയാണ് ഒരു സമയത്തെ നല്ല സമയമെന്ന് നിശ്ചയിച്ചു തരിക, ഒരു സമയത്തെ മോശമെന്ന് നിശ്ചയിച്ചു തരിക? വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ അങ്ങനെ ഒരു തീരുമാനം പറയാൻ ദീനിൽ ആർക്കെങ്കിലും കഴിയുമോ? അതുകൊണ്ട് ഈ മാസത്തെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റുകയും ഏറ്റവും നല്ല രൂപത്തിൽ ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്യുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് രണ്ടാമതായും അതർഹിക്കുന്ന രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ലോകം മുഴുവൻ ഒരു ചെറിയ പന്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന ദിവസങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. ഫുട്ബോൾ വേൾഡ് കപ്പ് ആരംഭിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഫാൻ വാറുകളും എല്ലാം വളരെ സജീവമായി നടന്നു വരുന്നുണ്ട് നാട്ടിലെല്ലാം. ഇസ്ലാം ഒരിക്കലും ഭൗതിക ജീവിതത്തിലെ ആസ്വാദനങ്ങൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അല്പം ആവേശങ്ങൾക്കുമൊന്നും എതിര് നിൽക്കുന്ന ഒരു മതമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളിൽ പ്രവാചകൻ അവരോടൊപ്പം കളിക്കുമായിരുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. കുട്ടികളോടൊപ്പം കളിക്കുന്ന പ്രവാചകൻ എങ്ങനെയാണ് മത്സരങ്ങൾക്കെതിരാകുക, ആസ്വാദനങ്ങൾക്കെതിരാവുക? ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോടൊപ്പം ഓട്ടമത്സരം നടത്തുന്ന, മദീനയിലെ പള്ളിയുടെ സമീപത്ത് ഓട്ടമത്സരം നടത്തുന്ന പ്രവാചകന്റെ ജീവിതത്തെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം ഒരിക്കലും ആസ്വാദനങ്ങൾക്ക് എതിരല്ല, മത്സരങ്ങൾക്കെതിരല്ല. എന്നാൽ അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെയും നിയോഗത്തെയും മറന്നുകൊണ്ടുള്ള ആസ്വാദനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഇസ്ലാം എതിരാണ്. അപ്പൊ നമുക്കൊരിക്കലും നമ്മുടെ ആരാധനകൾക്ക് തടസ്സമാകാൻ പാടില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട നന്മകൾക്ക് തടസ്സമാകാൻ പാടില്ല. നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, സാമൂഹിക ഇടപെടലുകൾക്ക് ഇത്തരം കാര്യങ്ങൾ തടസ്സമാകാൻ പാടില്ല. ഒരുപാട് ദൂർത്തിലും ആഡംബരത്തിലും ഫാൻവാറുകൾ സൃഷ്ടിച്ച് നാട്ടിൽ കലാപങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന സമീപനങ്ങളിലേക്ക് ഇത്തരം ആസ്വാദനങ്ങൾ കടന്നു പോകാൻ പാടില്ല. പ്രവാചകൻ കുട്ടികളോടൊപ്പം കളിക്കുമായിരുന്നു. റസൂലുള്ളാഹിന്റെ പ്രത്യേകത, ബാങ്ക് കേൾക്കുമ്പോൾ പ്രവാചകൻ പള്ളിയിലേക്ക് കടന്നു പോകുമായിരുന്നു. ഇത് കളിക്കുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളായാലും ക്രിക്കറ്റ് താരങ്ങളായാലും ലോകത്ത് സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മുസ്ലിം സമൂഹത്തിലെ പ്രതിനിധികളുണ്ട്. അവരവരുടെ ജീവിതത്തിൽ വിശുദ്ധികൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന പലരുമുണ്ട്. ജീവിതത്തിന്റെ നന്മകളെ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. അവരുടെ പേരിൽ നമ്മൾ നന്മകൾ ഒഴിവാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ല. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം വിമർശനങ്ങൾ ഉള്ളത് ഒരു നാടുണ്ടായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം വിമർശനങ്ങൾ വല്ലാതെ പെരുകിയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം വിമർശനങ്ങൾ കുറഞ്ഞ ഒരു പ്രദേശമായി പിന്നീട് രേഖപ്പെടുത്തപ്പെട്ടത് ലിവർപൂളാണ്. ലിവർപൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നു. ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ ഒരു ഫുട്ബോൾ ക്ലബ്ബുള്ള പ്രദേശമാണ്. ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ ഒരു ഫുട്ബോൾ ടീമുള്ള ഒരു പ്രദേശമാണ്.
കോടിക്കണക്കിന് വരുന്ന ഫുട്ബോൾ ആരാധകന്മാർ വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബുള്ള പ്രദേശമാണ് ലിവർപൂൾ. അവിടെയാണ് ഇസ്ലാം വിമർശനങ്ങൾ കുറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പഠനം നടത്തുമ്പോൾ ലിവർപൂൾ ഫുട്ബോൾ ടീമിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ട്. അയാൾ ഒരു ബ്രിട്ടീഷുകാരനല്ല, അയാൾ ഒരു ഈജിപ്തുകാരനാണ്. എതിരാളികളുടെ കാലുകൾക്കിടയിലൂടെ തലച്ചോറ് കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, മുഹമ്മദ് സലാ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ആരാധനകൾ അദ്ദേഹത്തിന് തന്റെ പ്രവർത്തനങ്ങളിൽ തടസ്സമല്ല. യാത്രകളിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന, ഒരു നന്മയുണ്ടായാൽ അത് സുജൂദ് ചെയ്ത് അതിന്റെ ദൈവത്തോട് നന്ദി പറയുന്ന, ഫുട്ബോൾ പരിശീലന ഗ്രൗണ്ടുകൾക്ക് സമീപം ബാങ്ക് കൊടുത്താൽ നമസ്കാരം നിർവഹിക്കുന്ന മുഹമ്മദ് സലായെ നിങ്ങൾക്ക് ലോക ചരിത്രത്തിൽ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ കാണുന്ന ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ അത് കാണുന്ന നമ്മുടെ അവസ്ഥയോ? ജമാഅത്ത് നമസ്കാരങ്ങളില്ല, ആരാധനകളില്ല, ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മൂല്യങ്ങളില്ല. നമ്മളിവിടെ വലിയ കട്ടൗട്ടുകൾ വെച്ച് അതിൽ വലിയ പ്രതിഷേധങ്ങളും അത് തൊട്ടാൽ പ്രശ്നം, അതിന് നാട്ടിലൊക്കെ വലിയ പ്രയാസങ്ങൾ. ഒരാള് ഒരു ലക്ഷം രൂപയുടെ കട്ടൗട്ട് വെച്ചാൽ ഞാൻ 2 ലക്ഷം രൂപയുടെ വെക്കും, അപ്പൊ അതിന് മുകളിൽ 3 ലക്ഷം രൂപയുടെ വെക്കും. എന്നിട്ടോ അതുകൊണ്ടല്ലേ ലാഭം എന്താ? നമുക്കിത് കാണുന്നതിനോ ഇതിനെ ആസ്വദിക്കുന്നതിനോ ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ന് രാവിലെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. കേരളത്തിന്റെ സ്പോർട്സ് മന്ത്രിയുടെ ഒരു പുതിയ പ്രസ്താവന. സ്കൂളിലെ ക്യാമ്പസ് മുറ്റങ്ങളിലുള്ള ഗ്രൗണ്ടുകൾ, വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഫുട്ബോൾ ഗ്രൗണ്ടുകൾ അടക്കുന്നില്ല, അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. എന്തുകൊണ്ടാണ്? മുമ്പ് കാലഘട്ടങ്ങളിൽ ലഹരി ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല ഈ നാട്ടിൽ. എന്തുകൊണ്ടാണ് ഫുട്ബോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ മുമ്പ് കാലങ്ങളിൽ കുറയാനുള്ള ഒരു കാരണം? നാട്ടിലെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് തങ്ങളുടെ എനർജികൾ ചെലവഴിക്കാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അത് ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു, പൊതു ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു, അതേപോലെ സ്കൂൾ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു, നാട്ടിൽ കളിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നോ കളിസ്ഥലങ്ങളിലൊക്കെ ബിൽഡിങ്ങുകൾ വന്നു. നാട്ടിൽ കളിസ്ഥലങ്ങളില്ല, സ്പോർട്സ് ഗ്രൗണ്ടുകളില്ല, സ്കൂൾ പുസ്തകങ്ങൾ പോലും വൈകുന്നേരങ്ങളിൽ അടച്ചുപൂട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ എനർജികൾ അവിടെ ചെലവഴിക്കും. ആ എനർജികളെ പിടികൂടാൻ ലഹരി മാഫിയകൾ കടന്നു വന്നു. അവർക്ക് പുതിയ പുതിയ ലഹരികൾ നൽകി നമ്മുടെ കുട്ടികൾക്ക് ആസ്വാദനത്തിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം, മൂല്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള അനുഭവത്തിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം. അത് നമ്മുടെ ആരാധനകൾക്ക് തടസ്സമാകരുത്, നാട്ടിലെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകരുത്, നന്മകൾക്ക് തടസ്സമാകരുത്, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകരുത്. അല്ലാത്ത രൂപങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ നന്മകളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രൂപത്തിൽ, മൂല്യങ്ങളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഈ സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് പോയി നമ്മുടെ ജീവിതത്തിൽ കുറ്റവും ശിക്ഷയും വിളിച്ചു വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.